മൈൻഡ് സാമണ്ട അവള് 3 പ്രാവശ്യം പോകൂല പോലീസ് വിളിച്ചാൽ പോകും അവരോട് പോകൂല ശാന്തമാറ ശാന്തമാറ ശാന്ത എന്നാ 3 പ്രാവശ്യം അപ്പച്ചേ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കടയ്ക്കാവൂർ വിളയൽമൂല സ്വദേശിനിയുമായ രാധികയ്ക്ക് നേരെയായിരുന്നു അസഭ്യവർഷം. കൊലപാതക കേസിൽ അടക്കം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശാന്തകുമാറാണ് മദ്യപിച്ച് രാധികയുടെ വീടിന് മുന്നിലെത്തി അസഭ്യം വിളിച്ചത്. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതായും രാധിക പറയുന്നു. ശാന്തകുമാറിന്റെ വീടിന്റെ മെയിൻ്റനൻസിന് പണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു പരാക്രമം. 5 മണിയോടുകൂടി ഞങ്ങൾ ആരാമ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 6-7 സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ശാന്തകുമാർ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പബ്ലിക്കായിട്ട് തന്നെ മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാത്ത രീതിയിൽ ഞങ്ങൾ പോയി അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവൻ അങ്ങോട്ട് കടന്നു വരികയും ഞങ്ങളെ എന്നെ മറ്റുള്ളവരല്ല എന്നെ ചീത്ത വിളിക്കുകയും എന്നെ അടിക്കാനായിട്ട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അപ്പോഴത്തന്നെ ഞങ്ങൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി ഇട്ട് FIR ഇട്ടെന്ന് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു. അതായത് ഞാൻ മെയിൻ്റനൻസ് കൊടുത്തില്ല എന്നുള്ള ഒരു ഇതാണ്. അതായത് വ്യക്തിവൈരാഗ്യമോ മുൻവൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് സാർ മെയിൻ്റനൻസ് കൊടുക്കുന്നത്? കാരണം വെച്ചാൽ ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. മെയിൻ്റനൻസ് 3 പ്രാവശ്യമായിട്ട് അപേക്ഷ തരികയും അത് അപേക്ഷ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ മെയിൻ്റനൻസ് കൊടുത്തില്ല എന്നാണ് പരാതി പറയുന്നത്. മെയിൻ്റനൻസിന് അപേക്ഷ തരേണ്ടത് എൻ്റെ അടുത്തല്ല. ഗ്രാമസഭയിൽ അപേക്ഷാ ഫോമിൽ പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് പഞ്ചായത്ത് കൊടുക്കുകയും മെമ്പർ സീനിയോറിറ്റി അനുസരിച്ചാണ് ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇവൻ്റെ ഒരു നല്ല നടപ്പനുസരിച്ച് ജയിലിൽ നിന്ന് വിട്ടുവെങ്കിലും അത് കുറേ നാൾ ശിക്ഷ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞിട്ട് പോലും ജയിലിൽ കിടന്നതാണ്. ഇവിടെയുള്ള അയൽവക്കാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ പേടിയാണ്, സ്ത്രീകളെ അപമര്യാദയായിട്ടും ജയിലിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവൻ്റെ ഭാര്യയ്ക്കും അച്ഛനൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വാർഡ് മെമ്പറായ സമയത്ത് എൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ ലെറ്റർ പേഡ് എഴുതി കൊടുക്കുകയും കുഴപ്പമില്ല ഇതുവരെ മറ്റുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ലെറ്റർ പേഡ് കൊടുത്തതിന് ശേഷമാണ് അന്ന് എൻ്റെ സഹായം കൊണ്ടാണ് ഇവൻ ഇറങ്ങുകയും ചെയ്തത്. അപ്പോൾ അതുപോലും ഓർക്കാതെ ഇപ്പം എനിക്ക് ഒരു സഹായം ചെയ്ത ഒരാളാണെന്ന് പോലും ചിന്തിക്കാതെ എന്നെ കേട്ടാലറയ്ക്കുന്ന അസഭ്യങ്ങളും എന്നെ ആ വീട്ടിൽ ഞങ്ങൾ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്ന വീട്ടിൽ കയറി അടിക്കാൻ വരികയും ചെയ്തു. അപ്പോൾ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകളന്ന് അവർ പിടിച്ചു തടഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എന്നെ അവൻ അടിക്കുമായിരുന്നു. താനിപ്പോൾ മെമ്പറല്ലെന്ന് രാധിക മറുപടി പറഞ്ഞിട്ടും ശാന്തകുമാർ പിൻവാങ്ങിയില്ലത്രേ. പോലീസിനെ സമീപിച്ചിട്ടും യഥാവിധമുള്ള നടപടികളുണ്ടായില്ല എന്ന് രാധിക പരാതിപ്പെടുന്നു.